Sri Ramesh Chennithala, Minister Designate, to take the oath of office and secrecy. അടുത്തത് സത്യപ്രതിജ്ഞ ചെയ്യാൻ പോകുന്നത് രമേശ് ചെന്നിത്തലയാണ്. മുഖ്യമന്ത്രി ആയില്ല, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ആഭ്യന്തര വകുപ്പ് മന്ത്രിയായി രമേശ് ചെന്നിത്തല വരികയാണ്. KSU സംസ്ഥാന അധ്യക്ഷൻ, NSUവിന്റെ അഖിലേന്ത്യാ അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ, AICC സെക്രട്ടറി, KPCC അധ്യക്ഷൻ, ഈ പദവികളിലൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. ഇപ്പോൾ കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി അംഗം കൂടിയാണ്. നിയമം വഴി സ്ഥാപിതമായ ഭാരതത്തിൻ്റെ ഭരണഘടനയോട് നിർവ്യാജമായ വിശ്വസ്തതയും കൂറും പുലർത്തുമെന്നും ഞാൻ ഭാരതത്തിൻ്റെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങൾ വിശ്വസ്തയോടും മനസ്സാക്ഷിയെ മുൻനിർത്തിയും നിർവഹിക്കുമെന്നും ഭരണഘടനയും നിയമവും അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുമുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. ഞാൻ രമേശ് ചെന്നിത്തല എന്ന ഞാൻ കേരള സംസ്ഥാനത്തെ ഒരു മന്ത്രി എന്ന നിലയിൽ എൻ്റെ പരിഗണനയിൽ കൊണ്ടുവരുന്നതോ എൻ്റെ അറിവിൽ വരുന്നതോ ആയ ഏതെങ്കിലും വിഷയം അങ്ങനെയുള്ള മന്ത്രി എന്ന നിലയിലുള്ള എൻ്റെ കർത്തവ്യങ്ങളുടെ മുറപ്രകാരമുള്ള നിർവഹണത്തിന് ആവശ്യമാകുന്നതൊഴികെ ഞാൻ ഏതെങ്കിലും ആളുകൾക്കോ നേരിട്ടോ നേരിട്ടല്ലാതെയോ അറിയിച്ചു കൊടുക്കുകയോ വെളിപ്പെടുത്തുകയോ ചെയ്യുകയില്ല എന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ സത്യം ചെയ്യുന്നു. വയസ്സിൽ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി, ആ റെക്കോർഡ് അതിപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്ക് സ്വന്തമാണ്. ഹരിപ്പാട് നിന്ന് 6 തവണ മത്സരിച്ചു, 6 തവണയും ജയിച്ചു. ആഭ്യന്തരമന്ത്രിയായി ഒരിക്കൽ കൂടി വരികയാണ് കേരളത്തിലേക്ക് രമേശ് ചെന്നിത്തല. ഉമ്മൻചാണ്ടി സർക്കാരിൽ ആഭ്യന്തരമന്ത്രിയായിരുന്നു അന്ന് ഓപ്പറേഷൻ കുബേര, ക്ലീൻ ക്യാമ്പസ്, സേഫ് ക്യാമ്പസ് തുടങ്ങിയ പദ്ധതികൾ മലയാളി മറന്നിട്ടില്ല. പോലീസിന് ജനകീയ മുഖം നൽകിയ ആഭ്യന്തരമന്ത്രിയായിരുന്നു